ഹലോ, ഞാൻ സുനി സഞ്ജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. 2022 എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കണേ, നമുക്ക് അനുഗ്രഹത്തിന്റെ മധുരിക്കുന്ന 2022 ആകട്ടെ. നമ്മുടെ നാവിലെ ജീവന്റെ മരണത്തിന്റെ അധികാരം. ഈ വർഷം ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഒരു വാക്കേ പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആക്കുക. നമ്മളെപ്പോഴും അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുക. ഈ വർഷം എല്ലാ സർവ്വ നന്മയിലും എന്നെ യേശുബ്രാൻ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് തന്നെ പറയണം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് നിങ്ങൾക്ക് ആ എല്ലാ നന്മയിലും നിങ്ങളെ സർവ്വ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തട്ടെ. യോഹന്നാൻ 14:27 പറയുക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യേശുവിനെ ആശ്രയിക്കുക. നമുക്ക് ചില ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ വിഷമമൊക്കെ അല്ലേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത എനിക്കൊക്കെ ഒത്തിരി അങ്ങനെയുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പറ്റിയില്ലേലും ഒന്നും വിചാരിക്കണ്ട, ഒരു പ്രയറും ഒരു വചനവും ചൊല്ലണ്ട, യേശു യേശു എന്ന് ചൊല്ലിയാൽ മതി, പറഞ്ഞാൽ മതി. ആ സമാധാനം ഹൃദയത്തിൽ വാണോളും. അതങ്ങനെ ഉറപ്പാണ്. 1 പത്രോസ് 5:7 പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. യേശുബ്രാൻ നമ്മളെ കരുതുന്ന കാരണം നമ്മുടെ ഹൃദയത്തിലെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. അപ്പം അത് ഓർത്തോണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് പരിഹരിക്കാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അത് ഉറക്കയില്ല, ഇങ്ങനെ കിടക്കണോ ബഹളം വെക്കണോ, ഇത് തന്നെ എൻ്റെ കാര്യമായിട്ടേ പറയണേ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര നിങ്ങളൊക്കെ എൻ്റെ അപ്പുക്കുട്ടന് ഇളയവൻ്റെ കാര്യം കേട്ടോ. കുറച്ച് ദിവസമായി അപ്പുക്കുട്ടൻ്റെ PR നോക്കിക്കൊണ്ടിരിക്കുകയാണെ. PR കിട്ടിയില്ല കേട്ടോ. 2-3 വർഷം ആയുള്ളൂ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഇതിപ്പോൾ എന്നോട് സംസാരിച്ച ദൈവം. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ, അപ്പുക്കുട്ടൻ്റെ PR പെട്ടെന്ന് കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു വചനോടെ വായിക്കട്ടെ കേട്ടോ. എബ്രായർ 4:16, കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. നമ്മൾ യേശപ്പനുമായിട്ട് കൂട്ടുകൂടിയാൽ നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്. നമുക്ക് അകൽച്ചയില്ല. കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായം കിട്ടാൻ. നമുക്ക് പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത ആളുടെ എടുത്തിട്ട് ഓടിച്ചെന്ന് കയറാൻ പറ്റുമോ? അപ്പോൾ ആ ബന്ധം സ്ഥാപിച്ചെടുക്കണം. ധൈര്യസമേതം നമുക്ക് കയറി ചെല്ലാം സ്വർഗീയ പിതാവിൻ്റെ അടുത്ത്, യേശുപ്പൻ്റെ അടുത്ത്, പരിശുദ്ധാത്മാവിനോട് ആ കൂട്ടുകൂടി മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുയേശു നമ്മളീ വസിക്കുവാണെങ്കിൽ അവരെല്ലാം നമ്മുടെ കൂടെ ഇല്ലേ? അപ്പം നമ്മൾ ഓർത്തോ, ആ ഒരു നിമിഷം ഒരു കാര്യം വരുമ്പോൾ അല്ല ദൈവത്തിൻ്റെ അടുത്തേട്ട് ഓടേണ്ടത്. നമ്മൾ ആ നെഞ്ചോട് ചേർന്ന് ഇരുന്നോളണം. ആ മുല്ലപ്പൂമ്പടി കയറ്റി കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. അപ്പോൾ യേശുപ്പൻ്റെ വചനം കേട്ട് എപ്പോഴും ഒക്കെ നടന്നുകൊണ്ടിരുന്നാൽ കുറേ നമുക്ക് പിന്നെ സ്വഭാവം ആകും കേട്ടോ. ഇങ്ങനെ കുറേ എൻ്റെ ഏറ്റവും വലിയ കൊതി അത് കാരണം ഞാൻ എപ്പോഴും രാവിലെ അടുക്കള ഒക്കെ പണിയുമ്പോൾ, വലിയ പണിയൊന്നുമില്ല കേട്ടോ, പണിയുമ്പോഴൊക്കെ ഇത് ഓൺ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ വചനങ്ങൾ കേൾക്കാറുണ്ട്, ഇങ്ങനെ സുവിശേഷക്കാരുടെ. അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. വൈകിട്ട് ചെല്ലുമ്പോഴും കേൾക്കും. അപ്പോൾ എപ്പോഴും ഇത് കേട്ട് 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 എൻ്റെ ഈ ജഡസ്വഭാവം പോകണ്ടേ, ജഡസ്വഭാവത്തെ മരിപ്പിക്കണ്ടേ. കോപവും ക്രോധവും അട്ടഹാസവും പൊട്ടച്ചെല്ല് കളിവാക്ക് കുശുമ്പ് അതൊക്കെ നമുക്കിടെ മിടുക്കതില്ല. നമ്മൾ യേശുവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജഡസ്വഭാവം മരിച്ച് നമ്മൾ നിഷ്കളങ്ക വിശുദ്ധിയാകണം. സ്വർഗത്തിനും ഭൂമിക്കും അനുഗ്രഹമാകണം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലണം, നിത്യജീവന്റെ ഉടമയാകണം. അപ്പം അത് കഴിഞ്ഞാലേ നമ്മൾ കുടുംബത്തിനെയൊക്കെ അതിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ തന്നെ ഒന്ന് മാറണ്ടേ. യേശുക്രിസ്തു വരുന്നവൻ മാറിയാലേ പറ്റുള്ളൂ. നമ്മുടെ ജഡസ്വഭാവത്തെ മരിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ. വചനം പ്രമാണിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പം എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ടെസറിൻ്റെ ഇത് കഴിഞ്ഞോണം വന്നിട്ട് ആർക്കും തന്നെ കിട്ടിയില്ല. ഇത്തവണ കുറച്ചേ വന്നിട്ടുള്ളൂ കേട്ടോ. 2790 പേസ്റ്റൽ കളറാട്ടോ, നല്ല രസമില്ലേ? 2790 ഒരു ആൻറ്റിക്, ഇത് കാണാലോ അല്ലേ? ഒരു ആൻറ്റിക് വർക്കും 2790. ഇത് കണ്ടോ, ടെസറിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. 2790 ഉള്ളൂ. അടിപൊളി സാരിയാ. തെരുതെരോന്ന് എടുക്കും. അപ്പോൾ കാണിച്ചു മെറൂൺ പോലത്തെ പേസ്റ്റ് ചാട്ട, ഇത് ഗോൾഡ്.
ഗോൾഡൻ കളർ. കറക്റ്റ് കളറൊക്കെ കിട്ടുന്നുണ്ട്. 2790. ഇപ്പൊ സാരിക്ക് ഇവിടെ ഭയങ്കര ചെലവാണ്. എല്ലാം നിങ്ങൾക്കുടെ ദൈവകൃപയിലുള്ള സഹായം കൊണ്ടാട്ടോ. എല്ലാത്തിനും ഉണ്ട്. കുർത്തയായാലും ചുരിദാറായാലും എല്ലാം നല്ല നല്ല മൂവിങ്ങ. യെല്ലോ 2790. 2799. നല്ല പേസ്റ്റൽ ഗ്രീൻ അല്ലേ? എല്ലാ സാരി സൂപ്പറാട്ടോ. അടിപൊളി ബ്രിക്ക് റെഡ് 2799. കുറേ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ്റെ എന്തോരം വെറൈറ്റി അല്ലേ? നല്ല സ്റ്റാൻഡേർഡ് ഗ്രീൻ അല്ലേ? ഇലയുടെ കളർ അല്ല, ഇല ഇച്ചിരി ഡാർക്ക് ആവും. ഇതിൻ്റെ അകത്ത് ആ ജെറി വർക്ക് ഇല്ലാത്തത് 2790 തന്നെയാണ്. ഞാൻ ജെറി വർക്ക് ഇല്ലാത്തവർക്ക് ബേജിന്റെ കളറൊക്കെ എന്ത് രസമല്ല. ഗ്രീനും ബേജും കൂടെ കൂടിയ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് കളർ അല്ലേ? ഈ ടിഷ്യൂവിന്റെ ഒരു അടിപൊളി സാരി. കഴിഞ്ഞ ദിവസത്തെ ബ്രൈഡിന്റെ അമ്മ കൊടുത്തായിരുന്നത് ഇങ്ങനത്തെ എത്രയാ 28-30 സാരിയൊക്കെ ആട്ടോ. ഞാൻ ഞെട്ടിപ്പോയിട്ടു. ഒറിജിനല് ഞാൻ അവരോട് അങ്ങനെ പറയാൻ പറ്റും. അവർക്ക് സങ്കടാവൂലേ? ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ. അത് ഉടുക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്ലേസ് ഒക്കെ പിടിച്ചിട്ട് അയൺ മെഷീനിലൂടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഉടുക്കി വില കൂടുന്തോറും ഇത് സോഫ്റ്റ് ആയിട്ട്. 1699 ആട്ടോ റേറ്റ്. നല്ല രസമില്ലേ? ഇതേ നല്ല വീതിക്ക് ഈ സെയിം ജെറി വർക്കൊക്കെ വീതിക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ സൂപ്പറാ. നല്ല സവോളയുടെ കളർ 1699. ഓൺലൈനിൽ ഏറ്റവും അധികം മൂവിങ് ഉള്ള സംഭവം കേട്ടോ. ഇതാണ് ഏറ്റവും അധികം കളക്ട് ചെയ്യണേ. ഇപ്പൊ കല്യാണങ്ങള് ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട്. ഓടിച്ച് നമുക്കൊരു കല്യാണത്തിനൊക്കെ അതേ ബോട്ടിൽ ഗ്രീനൊക്കെ എന്ത് ഭംഗിയല്ലേ? ഒരു ഇങ്ങനെ 2-3 ഇങ്ങനെ നല്ല കല്യാണക്ക് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ 1-2 വർഷം കഴിഞ്ഞ് കൊടുത്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുപ്പിച്ച് കണ്ടാൽ ഭയങ്കര വൃത്തികേടാണ്. ഫോട്ടോയിൽ സേഫ് ഫോട്ടോയാന്ന് നോക്കൂലേ? അപ്പൊ അത് 1699 ഉള്ളൂ തരുമെന്ന്. ഞാൻ പിന്നെ എനിക്ക് കല്യാണത്തിന് പോക്കൊക്കെ മടിയാണ്. എനിക്ക് ഗാങ് വേണം എവിടെ പോയാലും. കുറെ ഫ്രണ്ട്സും ഗാങ് ഉണ്ടെങ്കിലാട്ടോ എവിടെ സർക്കിട്ടൊക്കെ ഉള്ളു. അല്ലെങ്കിൽ ഒരിടത്തുള്ള ടൂറായാലും അതെനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോണേ ഇഷ്ടം. കുറെ പിന്നെ ചിരിയും കളിയും ബഹളവും. കാഴ്ച കാണലൊന്നുമില്ല, വർത്താനം ദൂരെ പറയണേ. മെറൂൺ, നല്ല മെറൂൺ 1699. മുന്താണി ബ്ലൗസ് ഇത് തന്നെ ടിഷ്യൂവിന്റെ ബ്ലൗസ് ആട്ടോ. ഇത് തന്നെ ഈ പ്രിന്റ് തന്നെ ബ്ലൗസ്. ഒത്തിരി കളേഴ്സ് കിട്ടോ. സഫയർ ഗ്രീൻ എന്ത് ഭംഗിയല്ലേ? അടിപൊളി കളർ അല്ലേ? 1699 കല്യാണത്തിന് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാട്ടോ. ഒത്തിരി എടുക്കണമെങ്കിൽ നേരത്തെ വന്നേ. ഇതെല്ലാം കുറവശേ ഉള്ളൂ. അപ്പൊ എന്ത് ഭംഗിയാ, നല്ല രസമില്ലേ? ബ്ലാക്ക് 1699. ബ്ലൂ അടിപൊളി. പേസ്റ്റൽ പിങ്ക്
അടിപൊളി അടിപൊളി സംഭവം. ഇനി ബഗൽപൂരി സിൽക്കില് ഒരു ഫങ്ഷൻ വെയർ സാരി. ഇന്നത്തെ ചെറിയ ചെറിയ ബുട്ടയുള്ള ടെസർ വന്നായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ സ്ട്രൈസ് ബ്ലൗസ് എന്തായിരിക്കും അല്ലേ? സ്ട്രൈസ് ആയിരിക്കും അല്ലേ? അല്ല, ബ്ലൗസ് പ്ലെയിനാ. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. ഉള്ളപ്പടി ഇങ്ങനെയുണ്ട് കേട്ടോ. ബുട്ട ഉള്ളപ്പടി ഉണ്ട്. ഉള്ളു ഫുള്ളില്ലേ? അതൊക്കെ ഉണ്ടല്ലേ? ആ ഉള്ളു ഫുള്ളുണ്ട് കേട്ടോ. ഇത് വെറൈറ്റി. റേറ്റ് എത്ര? 1299 ഉള്ളേ. ഫങ്ഷന് സൂപ്പറാ. നല്ല രസമില്ലേ? ഈ സഫയറും ഇല്ലന ലിറിൽ പച്ച എന്ന് പറഞ്ഞ കാണാം. ആ, ലിറിൽ ഗ്രീൻ. 1299. ലൈലാച്ച സ്പീഡിൽ പോയേക്കാം അല്ലേ? അവസാനം വരുമ്പോഴത്തേനും ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇട്ടിട്ട് പോർന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോമഡി ഒക്കെ പറയാട്ടോ. വലിച്ചു നീട്ടരുത്. അപ്പൊ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ പറയണതൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് കേൾക്കണേ. ബ്ലൂ 1299 ഉള്ളൂ. നല്ല സാധനം. ഈ ബഗൽപൂരി സിൽക്ക് സോഫ്റ്റ് ആട്ടോ, ചേർന്നിരിക്കും. നല്ല സുഖ, നല്ല നെള്ളു അടിക്കില്ല. നല്ല സാരിയാ. ഗോൾഡൻ ആട്ടോ അപ്പൊ കാണിച്ചത്. ആശ അടിപൊളി സാധനമാണ്. ആശ പിങ്ക്. എന്റെ കർത്താവ് എന്തോരു നല്ല ഗോൾഡനല്ലോ. ഓ, പണ്ടിങ്ങനെ ഈ കളർഫുൾ കാണുമ്പേ, ഓ പണ്ടൊക്കെ ഡ്രസ്സ് കിട്ടും എന്തോരം. എനിക്ക് അങ്ങനെ ഒരു ബിന്നി സിൽക്ക് ഇല്ലായിരുന്നോ? ഓ, അതിലിങ്ങനെ കളർഫുൾ അല്ലായിരുന്നോ? എന്ത് ഭംഗിയായിരുന്നല്ലേ? ഓ, എന്തോരം കരഞ്ഞിട്ട് എനിക്കൊരു ബിന്നി സിൽക്ക് മേടിച്ചതെന്നറിയാം. യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കരഞ്ഞാണ് ഒരു ബിന്നി സിൽക്കൊക്കെ. എനിക്കും അങ്ങനെ. എനിക്കൊക്കെ അത് കാരണം തുണിയോട് ഇപ്പഴേ ക്രേസ് തോന്നണോ. അന്നൊന്നും ചോദിച്ചാൽ കിട്ടില്ലല്ലോ. നല്ല ഇങ്ങനെ അന്നേരമൊക്കെ കുറെ ഡ്രസ്സ് കിട്ടണമായിരുന്നു അല്ലേ? ഓ, എന്തോരം കൊതിയായിരുന്നു ഡ്രസ്സൊക്കെ. ബാത്തിക് 899. നല്ല പ്രിന്റ്. മെറൂൺ. ഇങ്ങനെ മുന്താണി. ഇത് ബ്ലൗസ് പീസ് പ്ലെയിൻ. ഇങ്ങനെ അരികത്ത് ബോർഡർ. 899. ഓറഞ്ച് 899. ഗോൾഡൻ യെല്ലോ. സഫയർ ഗ്രീൻ. കോഫി ബ്രൗൺ. $899. എന്ത് കളറാ? മുന്തിരിങ്ങ തൊണ്ട് പൊളിക്കുമ്പോഴത്തെ കളറല്ലേ അകത്തെ. ആഷ് 899 ഉള്ളൂ കേട്ടോ. നല്ല ബാത്തിക് സാരിയാ. കഴിഞ്ഞ തവണ കാണിച്ചപ്പോ ഇതിന്റെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എന്നാ റീസ്റ്റോക്ക് തന്നെയെന്ന്. $899 ഉള്ളൂ. തെരുതരോന്ന് എടുത്തു. ഇനി ഒരു വെറൈറ്റി സാരി. ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാട്ടോ. സൂപ്പറല്ലേ? നോക്കി, നിങ്ങളൊന്ന് പറയാവോ ഇതിന്റെ റേറ്റ് എത്രയാണ്? നല്ല ഒരു സൈസ് ഒരു പ്രത്യേക ബ്ലൂ ഇല്ലേ, അതില് സിൽവർ. അതുമായിട്ട് സിൽവർ ഭയങ്കര രസമുള്ള കോമ്പിനേഷനാണ്. റേറ്റ് ഒന്ന് മനസ്സിൽ പറയാവോ? ഫുള്ളി സിൽവർ വർക്കുണ്ട്. റേറ്റ് എത്രയാ?
1350 ഉള്ളൂ കേട്ടോ. വർക്ക് എല്ലാവരും ഉണ്ട്. ഇത് വർക്ക് ഇങ്ങനെ ഫുള്ളുണ്ട്. ഇത് ഭംഗിയല്ലേ സിൽവർ. ഇത് 1350 ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം. ഇതിന്റെ കൊറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ആഷ് ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി വർക്കും സിൽവർ വർക്ക്. 1350 ഉള്ള ബ്ലൗസ് പ്ലെയിൻ ആണ്. ബ്ലൗസ് പ്ലെയിനാ 1350. അടിപൊളി സാരി അല്ലേ. ഒരു വെറൈറ്റി ആവും ഫങ്ഷൻ വെയറിന്. റേറ്റും ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗി. 1350. യെല്ലോ ഉണ്ടോ? നല്ല യെല്ലോ ഇല്ലേ, മാങ്ങാപ്പഴം പഴുത്ത യെല്ലോ ഇല്ലേ, ആ യെല്ലോ. ചക്കപ്പഴം, മാങ്ങാപ്പഴം. ഇതാണ്. ഞങ്ങളുടെ മാവൊന്നും പൂത്തില്ല. നിങ്ങളുടെയൊക്കെ പൂത്തോ? ചക്കപ്പഴം ഉണ്ടായോ? ഓ, ഞാൻ മാമ്പഴത്തിന്റെ ചക്കപ്പഴത്തിന്റെ ആളാ, പറയണ്ട. ഇത് വേറെ വേറെ ഇങ്ങനെ എംബ്രോയിഡറി കേട്ടോ, ബേജ് കളറിൽ തന്നെ. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. സാമ്പിൾ പീസുകൾ വന്നതാണേ. 1350. അത് വേറെ ബ്ലൂ ആണ്. ഇത് ആ ബ്ലൂ ആണ് നോക്കണേ. സിൽവറും ബ്ലൂ കൂടെ ഭയങ്കര രസാട്ടോ. 1350. ഇത് തന്നെ ആദ്യം കാണിച്ചില്ല. ആഷില് ഫുള്ള് ഇങ്ങനെ വർക്ക്. എന്ത് രസല്ലേ. 13. നല്ലൊരു മാലയൊക്കെ ഇട്ട് ഈ മുത്തുമാല പോലെ. എനിക്ക് തന്നെയാണ് അത് ചേർന്നില്ല. എനിക്ക് എല്ലാവരും എന്ത് ഇടുമ്പോൾ എന്ത് ഇഷ്ടമാണോ. എന്നിട്ട് ആ കളറുള്ള വളകളൊക്കെ വലിയ വളയൊക്കെ ഇടില്ല ആക്കാരോ. ഈ ഒത്ത് ഭംഗിയല്ലേ. ഞാനിട്ടിട്ട് നോക്കുമ്പോ ഏതാണ്ട് പോലെ. ആഷ്ലി സിൽവർ നോക്കിക്കേ. ഇത് രസല്ലേ. ഞാൻ എന്ത് രസാന്ന് പറഞ്ഞ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു സിൽക്ക് സാരി. പേപ്പറുള്ള ആരും പടപടാവുന്നു. സോഫ്റ്റ് സിൽക്ക് ആട്ടോ. നേവി ബ്ലൂവില് കോപ്പർ മുന്താണി കണ്ടോ, കോൺട്രാസ്റ്റ്. ബ്ലൗസ് പീസ് ഈ മുന്താണിയുടെ കളർ തന്നെയല്ലേ? അതെ അതെ, ഈ മുന്താണിയുടെ കളർ തന്നെ ബ്ലൗസ് പീസ്. എത്ര റേറ്റ്? 1490. അടിപൊളി സാരി ആട്ടോ. മെറൂൺ 1490. നല്ല സംഭവമാണ്. ചെറുതിരോന്നെടുത്തോ. നല്ല ട്രഡീഷണൽ ലുക്ക്. ഡാർക്ക് കളറിനൊരു ഗുണമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പെങ്കൊച്ചിന് കഴിഞ്ഞ ദിവസം 2 സാരി എടുത്ത് ഫംഗ്ഷനൊക്കെ അവൾ കൊടുത്തു. നേരിട്ട് കാണുമ്പോൾ പേസ്റ്റ് കളർ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഡാർക്ക് കളർ കൊടുത്ത ഫോട്ടോയ്ക്ക് ഏറ്റവും ഭംഗി വന്നേ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരിട്ട് കാണുമ്പോൾ പേസ്റ്റ് ചാട്ട് ഭയങ്കര രസം, ക്യൂട്ടായിട്ട് തോന്നും. പക്ഷെ ഫോട്ടോയിൽ എപ്പോഴും ട്രഡീഷണൽ കളർ ഇങ്ങനത്തെ എടുക്കുമ്പോൾ കിട്ടാൻ ഭംഗി കിട്ടണില്ല. സഫേറിന്റെ ആഷും മെറൂൺ. ആഷും മെറൂൺ. ബോട്ടിൽ ഗ്രീനും റെഡിഷ് മെറൂണും. അടിപൊളി സാരികളാ. തരുതെന്നെടുക്കാം. പിങ്കും നേവി ബ്ലൂ. റെഡിഷ് മെറൂണും. എന്ത് രസമുള്ള ട്രഡീഷണൽ കോമ്പിനേഷൻ ആണ്. സഫയർ ഗ്രീനും 1350. ബേജും ഇതും നല്ല രസമില്ലേ. നമ്മുടെ സാരി ഒത്തിരി ആൾക്കാർ എടുക്കണ്ട കേട്ടോ.
ഇനി സ്റ്റോണിന്റെ 999 അല്ലേ? മറ്റേ ജോർജറ്റാണോ? അപ്പടിയും എടുക്കണം. ഇത് ആഷില്, ഇത് സോഫ്റ്റ് സിൽക്കിലാട്ടോ. 999 ഉള്ളൂ. ആഷ് നൈറ്റ് ഫങ്ഷനൊക്കെ സൂപ്പർ അല്ലേ? ഇത് വേറൊരു ഷെയ്ഡൂടെ. ഇത് രണ്ടുള്ള ഇതിന്റെ ഒരു കളറില്ലായിരുന്നു. അത് വില കൂടുതലാണ്. അത് ഇതില്ലേ? $999 ബേജ് കളറ്, ആഷ്, പേസ്റ്റൽ പിങ്ക്. $999 കേട്ടോ. ഇനി ഒരു അടിപൊളി സാരി. ഇവിടെ കോൺട്രാസ്റ്റ് ഇതിന് ഭയങ്കര ഡിമാൻഡാ. ഇത് ഗ്രീനും ആഷും. ബ്ലൗസ് പീസ് ആഷാട്ടോ. 1299 ബഗൽപൂരി സിൽക്ക് ആട്ടോ. അടിപൊളി സംഭവം. 1299. യെല്ലോ ആഷ്. ഇതൊക്കെ കുറച്ചോളൂ. തരുതരുന്ന ഓർഡർ നൽകിയാലേ വേണ്ടവര് മാത്രം വിളിക്കുക. കാരണം എടുത്ത് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ആ സെറ്റ് ഒത്തിരി പേര് ചോദിക്കണായിരിക്കും. എന്നിട്ട് എടുക്കാണ്ട് വരുമ്പേ ഭയങ്കര ഒരു വിഷമം. അപ്പൊ ഇങ്ങനെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മാറ്റി വെക്കണ്ട, എടുക്കുമെങ്കിൽ മാത്രം, അപ്പൊ വേണമെങ്കിൽ മാത്രം പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് എടുക്കുക. കാണണ പോലെ തന്നെയൊക്കെ ആട്ടോ. നമ്മളെപ്പോഴും മീഡിയയില് ഫോണില് ഒരു ചെടീനെ നോക്കുക, ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്, എന്നിട്ട് നേരിട്ട് കാണുമ്പോൾ അത്രയും വ്യത്യാസം തുണിയിലും ലോകത്ത് എന്തും വരും. അത് എന്തിലും നിങ്ങൾ എവിടെ ചെന്നാലും ഈ ഡിഫറൻസ് വരും. അല്ലാണ്ട് കറക്റ്റ് കളറും ഏകദേശം എല്ലാം സെയിം ആയിട്ടാണ് നോക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണേ. 1299. ഒരു പേസ്റ്റൽ പിങ്കും ഗ്രീനും. പിങ്കാണ് ഇത്. ഓ സവോള, ശരിക്കും സവോളയുടെ പുറത്തെ കളറാണ്. ഇങ്ങനെ സവോളയ്ക്കും ഇങ്ങനെ ഒരു വരയൊക്കെ ഇല്ലേ ഗ്രീന്. ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ ചില തവണ എടുത്തില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ അനുഗ്രഹം കേട്ടോ. ആഷ് ബ്ലൂ. ഇനി ലോക്ക്ഡൗൺ ഒന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ ലോക്ക്ഡൗൺ വരും, അതൊന്നും വരില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെ അത് വരണ്ട, ഈ കേരളത്തിൽ വരണ്ട എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പീച്ചും ആഷും. ഞങ്ങൾക്കൊന്നും ഓൺലൈനുള്ള കാരണം കുഴപ്പം പറ്റിയില്ല. പക്ഷെ എന്തോരം മനുഷ്യർക്ക് അല്ലേ കഷ്ടപ്പാട്. ഗ്രീൻ റെഡ് എന്ത് രസല്ലേ? അടിപൊളി കളേഴ്സാ ഇതിന്റെ കോമ്പിനേഷൻ. ഒരു 8-10 കളർ വെക്കണതാ അപ്പൊ പ്രശ്നം. എന്തോരം കളേഴ്സാ. റെഡ് ആഷ്. 4 രൂപ കുറെ വെറൈറ്റി കാണിക്കാറ്. ബ്ലൂ ആഷ്. നല്ല കോമ്പിനേഷനുകളാണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് സാരി കേട്ടോ. 1299 ഉള്ളൂ. ഇനി ഒന്നും ഫാഷൻ പോകില്ല. പിന്നെ ഇതൊക്കെ കഴുകാവോന്ന് എന്നോട് ചോദിക്കാം. എന്താ ഡ്രൈ വാഷ് ചെയ്താൽ മതി. ബ്രൗൺ യെല്ലോ ഓർക്കൊക്കെ എന്ത് രസമല്ലേ എല്ലാ കളേഴ്സും. അതിന്റെ മിക്സിങ്ങും സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ അല്ലേ, എന്ത് ഭംഗിയാ. ഒരു പീച്ചും ആഷും. ഓറഞ്ച് കൂടിയ പീച്ചില്ലേ, അതും ആഷും. യെല്ലോയും പീച്ചും. വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വീഡിയോയിലുള്ള വാട്സപ്പ് നമ്പർ ഇട്ട് ഇടണം കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഇട്ടാലേ ഞാൻ കുറേ കഴിഞ്ഞ് കാണുള്ളൂ. ഞാനിവിടെ വരുമ്പോൾ സാധനം കിട്ടില്ലേ, അത് കാരണം വീഡിയോയിലുള്ള വാട്സപ്പ് നമ്പർ. ജോർജറ്റാണ് ഇത്. ജോർജറ്റിലാട്ടോ. ജോർജറ്റിലാണ് ഈ വർക്കുള്ള സാരി. ഓ എന്ത് രസമുള്ള കളർ. നല്ല ബ്ലൗസ് പീസ് ലൈറ്റ് ഷെയ്ഡ് സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ ബ്ലൗസ് പീസ്. 999 ഉള്ളൂ കേട്ടോ. ഒരെണ്ണം എടുത്തി കണ്ടാ പോരെ. 999.
ആഷ് അല്ല, ബേജ് കൂടി ആഷ്, അടിപൊളി കളറാ. റാണി പിങ്ക്, ബ്ലൂ, പീച്ച്, 999 ആട്ടോ. സൂപ്പർ സംഭവം. കെട്ടപ്പടി അയച്ചാൽ മടക്കാനേ ഭയങ്കര പാട്. ഇനി ഒരു സെമി ടെസറിന്റെ സാരി കാണിക്കാവേ. നമ്മൾ കാണാറുള്ളതാ. റേറ്റ് എത്രയാ? 1099 ഉള്ളേ. ഇതിൻ്റെ അകത്ത് പേപ്പർ ഉണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആട്ടെ സാധനം. എന്താണിത്? ബ്ലൗസ് പീസും പ്ലെയിൻ, ടോൺ ടു ടോൺ. 1099. മെറൂൺ 1099. ഇതൊക്കെ നല്ല രസമാട്ടോ. ഇതൊക്കെ കൊടുത്ത ആൾക്കാർ കസ്റ്റമർ ഫോട്ടോ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. 1099. ബ്ലൂ, ആഷ് കൂടെ ഉണ്ട്. ആഷ്. അപ്പൊ എല്ലാരെയും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.